അപ്പോൾ 3 ദിവസം കേരളത്തിൽ മഴ കനക്കുമെന്നുള്ളതാണ് പറയുന്നത്. 8 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ തിരുവനന്തപുരത്ത് അതിശക്തമായിട്ടുള്ള മഴയായിരുന്നു രാവിലെ മുതൽ തന്നെ, ഇന്നലെ രാത്രി തൊട്ട് തന്നെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമുക്കപ്പം കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് രാഹുൽ ജി നാഥും അതേപോലെ തന്നെ അമൽ തേനമ്പറമ്പിലും ചേരുന്നുണ്ട്. രാവിലെ നമ്മൾ കണ്ട കാഴ്ചകളൊക്കെ തന്നെ ദയനീയമായിരുന്നു. അതായത് ഈ വെള്ളക്കെട്ട് അതിശക്തമായിട്ട് ഉണ്ടായിരുന്നു, പല ആളുകളും പെട്ടുപോയൊരവസ്ഥ നമ്മൾ കണ്ടിരുന്നു. അത് കഴിഞ്ഞ ശേഷം രാഹുൽ പറഞ്ഞിരുന്നു ചെറിയ രീതിയിൽ വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ടെന്ന്. ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ്, എങ്ങനെയാണ് കാര്യങ്ങൾ? മഴ പൂർണ്ണമായി മാറി നിൽക്കുന്നില്ല എന്നുള്ളതാണ് ആദ്യ വരിയായി പറയാനുള്ളത്. കാരണം മഴ ചാറി നിൽക്കുകയാണ്. ഇപ്പോൾ ചില പ്രദേശങ്ങളിൽ ഈ വെള്ളക്കെട്ട് ഒഴിയുന്നുണ്ടെങ്കിലും ഒട്ടും ഒഴിയാത്ത പ്രദേശങ്ങളുമുണ്ട്. ഇത് അട്ടക്കുളങ്ങരയാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. അട്ടക്കുളങ്ങരയിലെ അവസ്ഥ ഇതാണ്. വീട്ടിലേക്ക് കടയിൽ നിന്ന് സാധനം വാങ്ങി പോകുന്ന ആളെയും കാണാം. അങ്ങനെ ഈ പ്രദേശത്തുള്ള ഏതാണ്ട് 10 വീടുകളോളം ഇങ്ങനെ വെള്ളം കയറി കിടക്കുകയാണ്. കച്ചവട സ്ഥാപനങ്ങളുണ്ട്. രാവിലെ കയറിയ വെള്ളമാണ് ഇങ്ങനെ ഇറങ്ങാതെ നിൽക്കുന്നത്. ഇതിൻ്റെ പ്രശ്നം ഇവിടെ ഈ ഓടകളൊന്നും കൃത്യമായി ശുചീകരിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ചില പ്രദേശങ്ങളിൽ ഇങ്ങനെ മഴ കുറഞ്ഞിട്ടും വെള്ളക്കെട്ട് മാറാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നത്. ഒരു സ്കൂട്ടറൊക്കെ കാണാം. സ്കൂട്ടറൊക്കെ രാവിലെ അല്ലെങ്കിൽ ഇന്നലെ രാത്രി വെച്ചിട്ട് പോയതാകാം. അതൊക്കെ ഇനി എങ്ങനെ പ്രവർത്തിക്കും എന്നുള്ള ആശങ്കയും അവർക്കുണ്ടാവും. അതായത് ഒരു വീടിൻ്റെ കാഴ്ചയാണ്. നമുക്ക് പോകാൻ കഴിയുന്ന ഏറ്റവും ആദ്യത്തെ വീടിൻ്റെ അവസ്ഥയാണിത്. ഈ കാർപോർച്ചിൽ നിറയെ വെള്ളം കയറിയിട്ടുണ്ട്. ആദ്യ പടിക്കെട്ടൊക്കെ വെള്ളത്തിന് കീഴിലാണുള്ളത്. തൊട്ടിപ്പുറത്ത് ഒരു വീട് കാണാം. ആ വീട്ടിൽ നിന്നാണ് ആളിപ്പോൾ കയറിപ്പോയത്. ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വരികയും പിന്നെ സാധനം വാങ്ങി ഇറങ്ങി പോവുകയും ചെയ്തു. ആ വീട്ടിൽ നിന്നൊക്കെ ഇനിയിപ്പം ഈ വെള്ളം പൂർണ്ണമായി ഒഴിയാതെ ഇറങ്ങുക പ്രയാസമാണ്. തൊട്ടിപ്പുറത്ത് കച്ചവട സ്ഥാപനമുണ്ട്. അങ്ങനെ വലിയ തിരക്കേറിയ റോഡാണ് അട്ടക്കുളങ്ങര ഈ റോഡ്. അവിടെയെല്ലാം വലിയ രീതിയിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു കടയുണ്ട്. ഈ കടയിലേക്കാണ് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ചേട്ടാ, വലിയ മഴയായിരുന്നു അല്ലേ? വലിയ മഴയാണ്. മഴ പെയ്താൽ മൊത്തത്തിൽ ബുദ്ധിമുട്ടാണ്. എപ്പോഴാണ് മഴ പെയ്താലുള്ള ബുദ്ധിമുട്ടാണ്. ആൾക്കാർക്ക് സഞ്ചരിക്കാൻ ഒക്കില്ല, വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങാൻ ഒക്കില്ല, വ്യാപാര സ്ഥാപനത്തിൽ വരാൻ പറ്റില്ല, എല്ലാം ബുദ്ധിമുട്ടാണ്. എത്ര വീടുകളുണ്ട് ഇവിടെ? ഇവിടെ ഇത്തിരി അങ്ങോട്ട് പോയാൽ കുറച്ച് കോളനി ഏരിയ ഉണ്ട്. കോളനി മൊത്തം വെള്ളത്തിലാണ്. ഈ മലിനജലമാണല്ലേ മൊത്തം? ഇത് ഡ്രെയിനേജ് ഓവർഫ്ലോ ആണ്. മൊത്തത്തിൽ വീട്ടിലുള്ള എല്ലാ ഡ്രെയിനേജിലും ഓവർഫ്ലോ ആണ്. എൻ്റെ വീട് ഇവിടെ തന്നെയാണോ? എൻ്റെ വീട് മണക്കാടാണ്. ഞാൻ അവിടെ നിന്ന് ആട്ടോയിലാണ് വരുന്നത്. കച്ചവടം കുറയുമല്ലോ ഇങ്ങനെ വെള്ളം? ഇന്നത്തെ കച്ചവടം പോക്കാം. അപ്പം അത് തന്നെയാണ് കാരണം. മഴ കുറഞ്ഞിട്ടും ചേട്ടൻ അവിടെ ആ വീടിന് മുന്നിൽ നിൽപ്പുണ്ട്. ചേട്ടൻ അല്പസമയം മുൻപ് ഈ കടയിലേക്ക് വന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് തന്നെ ഈ പറയുന്ന പോലെ എവിടെയൊക്കെ കുഴികളുണ്ടെന്നോ കാര്യങ്ങളൊന്നും അറിയില്ല. ഇത്രമാത്രം ഈ സ്ഥലങ്ങളിൽ വെള്ളം കയറി കിടക്കുകയാണ്. അതുകൊണ്ട് കൃത്യമായത് എങ്ങനെയാണ് ഇവിടേക്ക് പോകുക എന്നുള്ളത്. ചേട്ടാ, മഴ കുറഞ്ഞു, പക്ഷേ വെള്ളക്കെട്ട് മാറുന്നില്ല. ഡാം തുറന്നതാണ് കാരണം എന്നാണ് തോന്നുന്നത്. ഡാം തുറന്നിട്ടുണ്ടായിരിക്കും. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന വെള്ളം രാമേന്ദ്രയുടെ തൊട്ടടുത്തൊരു വലിയൊരു ഓടമുണ്ട്. ഇവിടുന്ന് ഓപ്പറേഷൻ അനന്ത വന്നതിന് ശേഷം അവിടെ വന്ന് അനന്ത ഫുള്ളാവാതെ നിൽക്കുകയാണ്. എൻ്റെ വീടിൻ്റെ പടിക്കെട്ടൊക്കെ വെള്ളത്തിലാണ്. പടിക്കെട്ടെല്ലാം വെള്ളത്തിലാണ്. മഴ പെയ്യുമ്പോൾ എപ്പോഴും ഇങ്ങനെയാണോ? ഈ ഡാം തുറക്കുമ്പോഴും മഴയത്തും വരാറുണ്ട്. ഡാം തുറക്കുമ്പോഴും കൂടുതലായിട്ട് വരും. ഇന്നലെ രാത്രി മുതൽ ഇവിടെ വെള്ളം കയറി? രാവിലെ മുതൽ വെള്ളം കയറിയത്. രാവിലെ മുതൽ വെള്ളം കയറി കിടക്കും. ഈ ഓപ്പറേഷൻ അനന്തര ഭാഗം ഫുൾ ഫില്ല് ചെയ്താൽ ഈ ഓട കൃത്യമായി ശുചീകരിക്കാത്തതാണ് പ്രശ്നമാണെന്നാണ് പറയുന്നത്. അല്ല, ഈ ഓവറായിട്ട് വെള്ളം വന്നിട്ട് പിന്നെ ഓട ചെറുതാവുകയും ചെയ്യും. ഈ വെള്ളം മുഴുവൻ അഴുക്കുവാണല്ലേ? തീർച്ചയായും ഡ്രെയിനേജ് വെള്ളമുണ്ട്. വലിയ പ്രശ്നമാണല്ലേ? വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അകത്തൊക്കെ എങ്ങനെയാണ് അവസ്ഥ? അത് മുറ്റത്തോട്ടൊക്കെ കയറിയിരിക്കുകയാണ്. അപ്പൊ എങ്ങും പോകാൻ പറ്റത്തില്ല, ജോലിക്കും എങ്ങും പോകാൻ പറ്റാത്ത രീതി ഒരിടമില്ല. ഈ പ്രദേശങ്ങളിലെ അഴുക്കെല്ലാം ഇവിടെ ഒഴുകി ഇങ്ങനെ എത്തുകയാണോ? അതെ, ഒഴുകി എത്തുകയാണ്. വലിയ ബുദ്ധിമുട്ടാണല്ലേ? ബുദ്ധിമുട്ടാണ്. അപ്പൊ ജോലിക്കൊക്കെ ഇനി പോകണമെങ്കിൽ എങ്ങനെയാണ്? ഇനിയിപ്പോ വെള്ളം വറ്റിയിട്ട് പോകും. അല്ലേ? കടയിലാരും വരാൻ പറ്റത്തില്ല. അപ്പൊ അത് തന്നെയാണ്. ഈ പ്രദേശത്ത് എത്ര വീടുണ്ട് ഇവിടെ? ഇവിടെ ഒരുപാട് വീടുണ്ട്. അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് നിരവധി വീടുകളുണ്ട്, ഒപ്പം കച്ചവട സ്ഥാപനമുണ്ട്. അങ്ങനെ വലിയ ദുരിതത്തിലാണ് ആളുകളുള്ളത്. നമുക്ക് ഈ പറയുന്ന പോലെ അസുഖത്തിന്റെ ഒരു പ്രശ്നവും ഉണ്ട്, ആശങ്കയും ഇവർക്കുണ്ട്. കാരണം എലിപ്പനി ഉൾപ്പെടെയുള്ള അസുഖങ്ങൾ വ്യാപകമായി കിഴക്കേക്കോട്ട ഭാഗത്തൊക്കെ വലിയ രീതിയിൽ ആളുകൾ വരുന്ന ഒരു സമയമാണ്. ഇപ്പോൾ ഇന്ന് കടയിലൊക്കെ നമ്മൾ നേരത്തെ കണ്ടിരുന്ന തിരക്കൊക്കെ വളരെ കുറവാണ്. ആളുകളുടെ ഒരു എണ്ണം കുറയുന്നുണ്ടോ അതോ ആളുകൾ എത്തുന്നുണ്ടോ ഇപ്പോഴും? നിലവിൽ ഈ വെള്ളക്കെട്ട് കഴിയുമ്പോൾ ആളെത്തും എന്നുള്ള പ്രതീക്ഷയിലാണ്
ഈ കടകളൊക്കെ ഇപ്പോൾ നിലവിൽ തുറന്നു വെച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ നമുക്ക് ചേട്ടാ എങ്ങനെ കടകളിലൊക്കെ തിരക്കുണ്ടോ ഈ വെള്ളക്കെട്ട് വിഷയം തന്നെ ഉണ്ട്. മഴ വരുമ്പോഴത്തേക്കല്ല ഈ പ്രശ്നം തന്നെ വന്നത്. ഇവിടെ ജയിച്ചു പോയ ഒരു MLA ഉണ്ട്, 4 വർഷമായിട്ട് ഇവിടെ കാണാനില്ല. വന്നത് തന്നെയാണ്, പോയത് തന്നെയാണ്. പിന്നെ ഇവിടെ ഒരു പ്രശ്നം വന്നാലും നോക്കലൊന്നുമില്ല. എന്തെങ്കിലും കടകളെല്ലാം ഉദ്ഘാടനം ചെയ്യാൻ ആൾക്കാരെ വിളിച്ചാൽ എപ്പോഴും മഴ പെയ്താൽ അങ്ങനെയാണോ? അത് കഴിഞ്ഞ കുറച്ച് വർഷമായിട്ടാണോ? കുറേ വർഷങ്ങളുണ്ട്. എപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞാലും ഇവിടെ വെള്ളക്കെട്ട് ഉള്ളത് ശരി തന്നെയാണ്. ഇത് ഒഴിയാൻ ഇപ്പൊ എത്ര സമയം എടുക്കും? മഴ ഇതിപ്പോ 2 ദിവസം പിടിക്കും. മഴ തോർന്നു നിന്നാൽ മാത്രമേ ഇത് ഒഴിയുള്ളൂ, അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് തോർന്നു നിന്നാലും ഒഴിയുള്ളൂ. ഈ ഓടയുടെ പ്രശ്നങ്ങൾ തന്നെയാണ്. ഇപ്പൊ സ്മാർട്ട് സിറ്റി ഭാഗമായിട്ട് ഇപ്പൊ എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷെ അതും ഇതുവരെ ഒന്നും ഒരു ഫലം കണ്ടിട്ടില്ല. ആ വെള്ളം തന്നെയാണ് ഇങ്ങോട്ട് മൊത്തം കയറുന്നത്. കയറി മൊത്തം വെള്ളം. അവിടെ വലിയൊരു ഓട ഉണ്ട് രാമേന്ദ്രയുടെ തൊട്ട് സൈഡിൽ. ഭാഗത്ത് ഒരു ലൈബ്രറി ഉണ്ട്. ചേട്ടാ ഇതിനകത്തെ ഇപ്പൊ ഈ കടയിലേക്കൊക്കെ രാവിലെ ആള് വരുന്നത് കുറഞ്ഞിട്ടുണ്ടോ? ആള് വരൂലല്ലോ, ആള് വരൂല, ആരും വരൂല. അവർക്ക് വെളിയിൽ ഇറങ്ങാനുള്ള ബുദ്ധിമുട്ടുണ്ട്, ജോലിക്ക് പോകാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഈ കച്ചവട സ്ഥാപനത്തിലുള്ളവർക്ക് ഇങ്ങനെ നടന്നു പോകുകയല്ലാതെ വേറെ വഴിയില്ലല്ലേ? വേറെ വഴിയില്ല. അപ്പോൾ അത് തന്നെയാണ് കാരണം. വലിയ ദുരിതമാണ് ഈ പ്രദേശത്തുള്ളവർ അനുഭവിക്കുന്നത്. കാരണം ഈ പൂർണ്ണമായി തോന്നു നിന്നാൽ തന്നെ ഏതാണ്ട് കുറച്ചധികം മണിക്കൂറുകൾ ഈ വെള്ളക്കെട്ട് പൂർണ്ണമായി ഒഴിവാക്കാൻ എടുക്കും. അത് കിഴക്കേക്കോട്ടയിലെയും തമ്പാനൂരെയും കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. വീടുകളിൽ അടക്കം വെള്ളം കയറിയിരിക്കുകയാണ്. ഇനി മഴ ഇപ്പോൾ ഒന്ന് മാറി നിൽക്കുന്നുണ്ട്, പക്ഷേ ഈ വെള്ളം ഇറങ്ങണമെങ്കിൽ അത് കുറച്ച് സമയമെടുക്കും എന്നുള്ളതാണ് ആളുകളൊക്കെ പറയുന്നത്.